തുടരുന്നു. വഖഫ് ബില്ലിനെ CPIM എതിർക്കും എന്ന് ഇപ്പോൾ നിലപാട് പ്രഖ്യാപനം വരുന്നു. CPIM കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടാണ് ഇത് വ്യക്തമാക്കിയത്. പാർട്ടി കോൺഗ്രസിൽ നിന്ന് MP-മാർക്ക് അവധി നൽകുകയാണ്. എല്ലാവർക്കും പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുമെന്നും പ്രകാശ് കാരാട്ട് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് ആദ്യം. We have already opposed the Waqf bill when it was brought, initially introduced in Parliament, then it's gone to the Joint Parliamentary Committee and is being brought up again in the Lok Sabha tomorrow. Our party is opposing it. We have instructed all our MPs to remain in Delhi and not to attend the party congress because they'll have to participate in the discussion and the voting against it. The Madura MP will also... Everybody will go. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട്. ബൽറാം, അപ്പോൾ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കേണ്ട MP-മാർക്ക് ഉൾപ്പെടെ അവധി നൽകുകയാണ്. പാർലമെന്റ് സമ്മേളന നടപടികളിൽ പങ്കെടുക്കാനുള്ള നിർദ്ദേശമാണല്ലോ ഇപ്പോൾ CPIM നൽകുന്നത്. ബൽറാം, ഉന്മേഷ്, പാർട്ടിയുടെ 4 ലോക്സഭാ MP-മാരോടും നാളെ ഡൽഹിയിലെത്താൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് CPIM. നേരത്തെ ഈ വഖഫ് ബില്ല് ലിസ്റ്റ് ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാനുള്ള തീരുമാനത്തിലായിരുന്നു MP-മാർ ഉണ്ടായിരുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെ 2 പേർ മധുരയിലേക്കുള്ള യാത്രയിലായിരുന്നു. കേരളത്തിൽ നിന്നുള്ള ലോക്സഭാംഗം K. രാധാകൃഷ്ണൻ, ഒപ്പം തന്നെ ഹരിയാനയിൽ നിന്നുള്ള അംഗം അമ്ര റാം എന്നിവർ മധുരയിലേക്ക് യാത്ര തിരിച്ചതിന് ശേഷമാണ് പിന്നീട് വഖഫ് ബിൽ ലിസ്റ്റ് ചെയ്യുന്നതും നാളെ സഭയിൽ ലിസ്റ്റ് ചെയ്യും എന്ന വിവരം ലഭിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി 2 പേരോടും തിരികെ ഡൽഹിയിലേക്ക് പോകാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ 2 പേരും തിരികെ ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള 2 അംഗങ്ങളുണ്ട്. അതിൽ മധുരയിൽ നിന്നുള്ള MP S. വെങ്കിടേഷ്, അദ്ദേഹം ഈ പാർട്ടി കോൺഗ്രസിന്റെ സംഘാടക സമിതി കൺവീനറാണ്. അദ്ദേഹത്തോട് ഉൾപ്പെടെ ഡൽഹിയിലേക്ക് നാളെ എത്താനുള്ള നിർദ്ദേശമാണ് പാർട്ടി നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ 4 പേരും ഡൽഹിയിൽ എത്തുകയും ചർച്ചകളിൽ പങ്കെടുക്കുകയും ചെയ്യും. നേരത്തെ തന്നെ പാർട്ടി ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നും വഖഫ് ബില്ലിനെ എതിർക്കാനാണ് തീരുമാനം എന്നുമാണ് പ്രകാശ് കാരാട്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടെ കൂടി പാർട്ടിയുടെ 4 ലോക്സഭാംഗങ്ങളും നാളെ ഡൽഹിയിലെത്തും. ഈ ബില്ലിനെ ലോക്സഭയിൽ എതിർത്ത് വോട്ട് ചെയ്യും എന്ന് ഉറപ്പായിരിക്കുകയാണ്. ഉന്മേഷ്, ശരി. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് മധുരയിൽ നിന്ന്.